ഗീത മോള് വിളിച്ച് പറഞ്ഞപ്പോൾ അറിഞ്ഞ എവിടെ? സത്യമായിട്ടും അയാൾ നിന്നെ തല്ലിയോ മോളെ? റിയലി അങ്കിൾ, തല്ലി. തിരിച്ചവന്റെ മോന്തക്കെട്ട് രണ്ട് പെട കൊടുക്കാമായിരുന്നില്ലേ നിനക്ക്? ഭാര്യമാരായ അങ്ങനെയാ വേണ്ടത്, ഇല്ലേ സൗദാമിനി? അനുഭവം ഗുരു. അളിയോ, എല്ലാ ഏർപ്പാടാക്കിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് തയ്യാറാക്കാൻ എന്റെ വക്കീൽ ഇപ്പൊ ഇങ്ങെത്തും. മറ്റൊന്ന്, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് കമ്മീഷണർ ഇടത് കൈ കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നത്. വലത് കൈക്ക് എന്ത് പറ്റിയെന്ന് അളിയൻ ചോദിച്ചില്ല. ഞാനത് തല്ലി ഒടിച്ചിരിക്കും. ഏതായാലും CM-നെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. ഞാൻ വിളിക്കും. വിളിക്കടോ, വിളിക്കടോ. വേണ്ട, അവിടെ ചിലപ്പോൾ ലൈൻ എൻഗേജഡ് ആയിരിക്കും. ഇതൊക്കെ കൊണ്ടാ തന്നെ വിവരം അറിയിക്കാത്തത്. വിവാഹമോചനത്തിന് വക്കീലിനെ ഏർപ്പാടാക്കി CM-നെ അറിയിക്കാൻ പോന്നു. എടോ, CM-നെ താൻ കണ്ടിട്ടുണ്ടോ? പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്നല്ലേ? കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രസക്കേടുണ്ടായാൽ നമ്മൾ മുതിർന്നവർ വേണം ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ. എന്റെ മോളെ ഞാൻ സഞ്ജീവന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാ, തമ്മി പിരിക്കാനല്ല. ആ ബോധം തനിക്കും ഉണ്ടാവണം. അമ്മാവനാത്രേ. ഞാൻ സഞ്ജീവനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഞാൻ പോവില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടതാ. മോളെ, വെറുതെ വാശി പിടിക്കരുത്. ഇല്ല, മമ്മി ഡാഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഇത്ര പവർ. അങ്കിൾ, തല്ലുകൊണ്ടതിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല. വരുമ്പോ മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞ് ഇറക്കി വിട്ടേക്കണം. ഏറ്റുമോളെ, നിന്റെ മുഖത്തടിച്ച കൈ നിന്റെ മുമ്പിലിട്ട് ഞാൻ തല്ലി ഓടിച്ചേക്കാം. പോരെ? ആഹാ, സഞ്ജീവനെത്തി. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെറുതെ IPS ആണ്, കമ്മീഷൻ ആണെന്നൊക്കെ പറഞ്ഞ കൊടുമുടി നിൽക്കാതെ താഴേക്ക് ഇറങ്ങണം, തറയാവണം. ഈ ഭർത്താവാകുന്നത് തന്നെ തറയാ, അതിലും തറയാവണം. നോക്ക്, അവളെയും കൊണ്ടേ ഇവിടുന്ന് ഇറങ്ങാവൂ. ആ DGPയുടെ അളിയൻ, ആ പന്നി പെരിച്ചാൽ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അവനുമുണ്ട്. ദാ കാറ് കിടക്കുന്നു. അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കണം. വെറും തറയാ, മനസ്സിലായോ? മനസ്സിലായി. ഇനി സാറ് നോക്കിക്കോ. ആ ഇരിക്കടോ, എടുക്കളെ. സഞ്ജീവൻ ഇരിക്കെ. എഴുന്നേൽക്ക്. എന്താ കുട്ടി കാട്ടണേ? ക്ഷമിക്കണം സാർ. DAG പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത്. അങ്ങ് ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങയുടെ അനന്തരങ്ങളോട് ഞാൻ തെറ്റ് ചെയ്തു പോയി സാർ. എനിക്ക് മാപ്പ് തരണം. എന്താ മോനെ, മാപ്പ് ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി? വിവാഹ ബന്ധമാകുമ്പോ ചില കശവിശകളൊക്കെ ഉണ്ടാവും. ഭാര്യക്കിട്ട് ഭർത്താവ് കൊടുത്തോന്ന് വരും. കൊടുക്കണമല്ലോ, അതിനാ കൈ തന്നിരിക്കുന്നത്. ഇല്ല അളിയാ? കേട്ടോ, ഇടിക്കട്ടെ. ഞാൻ അളിയനോട് പറയുകയായിരുന്നു, ഗീതമോള് കാണിച്ച് ഒട്ടും ശരിയായില്ലെന്ന്. ഇല്ല അളിയാ? താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞതെന്തോന്നാ? ഇടത് കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും, ഡൈവോഴ്സ്. അളിയൻ ഒരു മാതിരി ചൊറിയണ വർത്താനം പറയരുത്. കേട്ടോ, ഇടിക്കട്ടെ. ഇടിക്കുള രണ്ടും ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഇടിക്കുളെ. ആ ഗീതുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സഞ്ജീവൻ എനിക്കറിയാം. ഇരിക്കും മോനെ. വേണ്ട സാർ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു? മതി. ആ സഞ്ജീവനെ ഞാൻ വിളിപ്പിച്ചത്. ഒന്നും പറയണ്ട സാർ. സഞ്ജീവനല്ല എന്നോട് പറഞ്ഞു. പുള്ളിക്ക് കുറ്റബോധമുണ്ട്. സാറിനെയും അങ്കിളിനെയും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ ഒരു മടി. അതുകൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നത്. ഗീതുവിന്റെ ഫ്രണ്ട്സിനോട് ഇൻഡിഫറന്റ് ആയിട്ട് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു. തെറ്റായി പോയിന്നറിയാം. ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും പോട്ടെ. ഇനി അതൊന്നും ആവർത്തിക്കില്ല അങ്കിൾ. ഗീതുവിനെ എന്നോടൊപ്പം അയക്കണം. കുറച്ചൊക്കെ തെറ്റ് നിന്റെ ഭാഗത്തും ഉണ്ടാവുമല്ലോ. എന്നിട്ടും എല്ലാ തെറ്റും തന്റേതാണെന്ന് പറഞ്ഞ് അവൻ മാപ്പ് ചോദിക്കുക. അതാ ആണുങ്ങളുടെ മനസ്സ്. മോള് അവന്റെ കൂടെ പോണം. ഇല്ല, ഞാൻ പറഞ്ഞതാ. അയാള് കുറച്ചു ദിവസം കേറി ഇറങ്ങട്ടെ. അങ്ങനെ കേറി ഇറങ്ങാൻ നിൽക്കില്ല മോളെ. ആണുങ്ങളുടെ മനസ്സ് എപ്പോഴാ മാറുന്നേന്ന് അറിയില്ല. ഇതൊക്കെ കേട്ട് ഞാൻ ഭയക്കില്ല. ഞാൻ DGP രാജശേഖരൻ നായരുടെ മോളാ. ആണല്ലോ. അപ്പൊ ഡാഡി പറയുന്നത് അനുസരിക്കണം. എന്റെ മോള് പോണം. ഇല്ല, ഡാഡിക്ക് ഞാനൊരു ബേർഡിനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയേക്കാം. വാ, ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഡാഡി ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. എന്റെ മോള് കാരണം ഡാഡിക്ക് അങ്ങന്റെ അവസ്ഥ വരരുത്. ഡാഡിക്ക് നാണക്കേടുണ്ടാക്കരുത്. ഡാഡിക്ക് പ്രായം കൂടി വരികയാണ്. ഇനി മക്കളിൽ നിന്നുള്ള സ്നേഹവും സമാധാനവുമാണ് ഡാഡിക്ക് ആവശ്യം. ഡാഡി, ഞാൻ കാരണം എന്റെ ഡാഡി തോക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. ഡാഡിയാണ് എനിക്കെല്ലാം. ഡാഡിക്ക് വേണ്ടി ഞാൻ പോവാ, ഇപ്പൊ തന്നെ. പക്ഷെ ഒരു കാര്യം, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പം ഞാൻ ഡാഡി അറിയിക്കും. ഡാഡി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോരണം. അല്ലെങ്കിൽ പിന്നെ എന്നെ ആരും കാണില്ല. ഒന്നും ഉണ്ടാവില്ല മോളെ. വാ, വെറുതെ മോൻ വിഷമിക്കണ്ടാട്ടാ. ശരി അങ്കിൾ. സഞ്ജീവൻ,
എന്റെ മോള് പിണക്കമെല്ലാം മറന്ന് തന്റെ കൂടെ വരികയാണ്. ഇനി നുള്ളിന്നും പിച്ചിന്നും ഒക്കെ പറഞ്ഞ് വഴക്കിടരുത്. Okay, open a new file. കമ്മീഷണറെ പത്തിയും മടക്കി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇനി എന്നെ ഭരിക്കാന്ന് കരുതണ്ട. അതാ പെണ്ണിന്റെ മിടുക്ക്. എടി DGPയുടെ മോളെ, ഇനിയാണ് സഞ്ജീവന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോണത്. എന്റെ കണ്ടകശിനി തീർന്നു, ഇനി നിന്റെ കണ്ടകശിനി ആടി. മോള് സമാധാനമായിട്ട് പൊയ്ക്കോ. അങ്കിളിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. സഞ്ജീവിനെ വേദനിപ്പിക്കല്ലേ മോളെ. നിക്ക് മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി പുതിയൊരു ജീവിതമാ. സ്നേഹത്തിന്റെ കാലഘട്ടം. നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നാട്ടുകാരറിയണ്ട. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ സന്തുഷ്ടരാണ്. വലതുകാലി വെച്ച് കയറിക്കോ മോളെ. എന്താടി ഇത്? ഏട്ടന്റെ ഷർട്ട്. അത് നിന്നോട് ആരാ തേക്കാൻ പറഞ്ഞത്? ഗീതു മോളെ, ഗീതു. ദാ കണ്ടില്ലേ, എന്റെ ഷർട്ട് ഇവള് തേക്കുന്നു. ഞാനിപ്പോ വന്നത് എന്ത് ഭാഗ്യം. ഭർത്താവിന്റെ ഷർട്ട് അലക്കുക, തേക്കുക, അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വെക്കുക, ഇതൊക്കെ ഭാര്യയുടെ മാത്രം അവകാശങ്ങളാണ്. സഹോദരിമാരും അച്ഛനൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിന്നാ മതി. വെറുതെ അമിത സ്വാതന്ത്ര്യം എടുത്ത് എന്റെ ഭാര്യയുടെ മനസ്സ് വിഷമിപ്പിച്ചാലുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും അടുക്കളയിൽ വേറെ പണിയില്ലേ? കുട്ട, ഷർട്ട് തേച്ചോളൂ. എന്തായി? തേച്ച് കൊളാക്കുവോ? IPSന്റെ പുതിയ ഭരണപരിഷ്കാരം എത്ര കാലത്തേക്കാണോ? ഇതാ ചുളുക്കുണ്ടോ നോക്ക്. നമ്മുടെ ജീവിതത്തിലെ ചുളുക്ക് വീണില്ലേ കുട്ടാ? നമുക്കതൊന്ന് തേച്ച് ശരിപ്പെടുത്തിയെടുക്കണം. പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞ പോലെ പല കുറി തേക്കുമ്പോൾ തേക്കാൻ പഠിക്കും. അടുക്കളയിൽ ആരുമില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഇതാകുന്നു. എന്താ ഇതിനൊക്കെ എത്ര താമസം? ഇനി മുതൽ കാര്യങ്ങൾ മണിയായിട്ട് കിടക്കണം. പറകൂട്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. റെഡി? ഇതൊക്കെ ഇവിടെയാണോ കൊണ്ടുവെക്കുന്നത്? എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടി നീറ്റ്നെസ് ഒക്കെ വേണ്ടേ? അതെങ്ങനെ ഉണ്ടാവാനാ? വെറും ഒരു ചീളേട്ടിന്റെ മക്കളല്ലേ. എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത്? അരി ഉഴുന്നു അരച്ച് ആവിയിൽ വെച്ച ഇഡ്ഡലിയാവൂ? ആപ്പ ഉപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത്? കമ്മീഷണർ, DGPയുടെ മോള്, അതൊക്കെ ഓർക്കണ്ടേ? ഒട്ടും ശരിയായില്ലല്ലേ? നന്നായിട്ടുണ്ട്. ആണോ? എങ്കിൽ കഴിച്ചോ. പിള്ളേരെന്തേ നോക്കിയേക്കുന്നത്? ഏട്ടത്തേക്ക് ബുൾസൈ കൊടുക്ക്. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ല. ആഹാരത്തിന് മുൻപും പിൻപും ബുൾസൈ കഴിച്ചിരിക്കണം. നിന്റെ മുഖത്തെന്താടാ ഒരു വാട്ടം? എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ. എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ? കാര്യമായ വാട്ടമുണ്ട് സാവിത്രി. നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാം ചേർത്ത് കൊടുക്കണം. ഏട്ടാ ഇവിടെ കവർ പാലേ കിട്ടൂ. പോരാ, പശുവും പാല് തന്നെ കൊടുക്കണം. മർമ്മം പോയി മേടിച്ചോണ്ട് വരട്ടെ. കസർത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ. ഒരു DGPയുടെ മോളുടെ പടുതി. എടേ, ഈ ശരീരം നന്നാവാനും മനസ്സേകാഗ്രമാക്കാനും ആയുർവേദത്തിൽ ഒരു മരുന്നുണ്ടല്ലോ. എന്താ? തെങ്ങിൻ മണ്ട രസായനോ? അതെ, അതുടനെ എത്തിക്കാം. എനിക്കൊന്നും വേണ്ട. അയ്യോ, വെറുതെ എന്നെ കൊണ്ട് പൈസ ചിലവായിക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം. നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട. വല്ല വീക്കിലിയും വായിച്ചിരുന്നാ മതി. ടയേർഡാവുമ്പോ കിടന്നുറങ്ങിക്കോ. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കിടന്നുറങ്ങിക്കോ. എന്നിട്ടും ബോറടിക്കണെങ്കിൽ TV സീരിയൽ കണ്ടോ. നേരത്തെ പറഞ്ഞു ഭർത്താവിന്റെ തുണി അലക്കുന്നതും അടുക്കള കയറി പാചകം ചെയ്യുന്നതൊക്കെ ഭാര്യയുടെ അവകാശമാണ്. ഇപ്പൊ പറയുന്നു ഒന്നും ചെയ്യണ്ടാന്ന്. ഇതിലേതാ? അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ. എങ്കിലും അതൊക്കെ വിട്ടേക്ക്. നീ ഇനി ഒന്നും ചെയ്യണ്ട. ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് വിളിക്കണേ കൂട്ടാ. 5 മിനിറ്റ് ഇടവിട്ട് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ആകെ മൂഡ് ഔട്ട് ആവും. ദേ, ഇനി ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ബ്രേക്ക് ഡൗൺ ആയിക്കണ ബന്ധം ഇപ്പൊ ടോപ്പ് ഗിയറിലായല്ലോ അണ്ണ. ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് മറ്റേ വകുപ്പ് ശരിയായെന്നാ തോന്നുന്നു. പോയിട്ട് വരട്ടെ കൂട്ടാ. എന്താ രാധാരുക്മണിമാര്? സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാ. 16-ാം തീയതി അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ ടീച്ചറെ, മറക്കുവോ? PTA പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും ഓർമ്മിപ്പിക്കുകയാണ്. സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം. വരുമടോ, ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് എവിടെയും പോവാറുള്ളൂ.
ഗീതു 16-ാം തീയതി സ്കൂളിലെ സമ്മാനദാനം ഓർമ്മയുണ്ടല്ലോ. ഉം. ഗീതുവിന്റെ പേര് വളരെ പ്രാധാന്യം കൊടുത്ത് നോട്ടീസിൽ അച്ചടിപ്പിക്കണം. DGPയുടെ മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ഓ സാർ ഒരു സംശയം ചോദിച്ചോട്ടെ, മാഡവുമായി ഇത്ര പെട്ടെന്ന് ഇണങ്ങിച്ചേർന്ന ഏത് വകുപ്പിലാ? ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന് ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? സോറി സാർ. എന്നാലും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റി പൊളിയാടോ. കൊള്ളാം. ഭാര്യയെ കയ്പുനീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. താനത് പ്രാക്ടിക്കലാക്കി കളഞ്ഞല്ലോ. സമർത്ഥനാണോ താൻ? സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോ എനിക്കും ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു. എങ്കിലും ആലോചിക്കാം സാർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വനിതാ SI ലീലാമ്മ 45 കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല. ഒയ്യോ, അവളെ കല്യാണം കഴിച്ചാൽ അവൾ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത്. അതിരിക്കട്ടെ, താൻ ഈ കഷായം കുടിപ്പിക്കുന്നതൊക്കെ പുള്ളിക്കാരത്തിക്കുള്ള ശിക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടാവാം. പക്ഷെ അവളത് ഭാവിക്കുന്നില്ല. നല്ല അനുസരണ. ഓ സാർ, അവളെ നേർവഴിക്ക് കൊണ്ടുവരാനാ ഞാൻ ഈ നിർദോഷങ്ങളായ കൊച്ചു കൊച്ചു വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നല്ലൊരു ജീവിത പങ്കാളിയാക്കണമെന്ന ഉദ്ദേശം എനിക്കുള്ളൂ. അവളെ മാറ്റിയെടുക്കാൻ കഴിയുമോ സാർ? അതോ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടേണ്ടി വരുമോ? ഇല്ലടോ, മാറ്റിയെടുക്കാനൊക്കെ തനിക്ക് കഴിയണം. അതുകൊണ്ടാണല്ലോ ഞാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. DGP സാറ് ഗീതുവിനെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞു. അതെ, തന്നെയും ഗീതുവിനെ ഇപ്പൊ കൂട്ടിയോജിപ്പിച്ചതിന്റെ പ്രധാന കണ്ണ് ഞാനാണെന്ന് സാറിന് മനസ്സിലായി. അതുകൊണ്ടാവാം അദ്ദേഹം ഹൃദയം തുറന്നെല്ലാം സംസാരിച്ചു. വിഷമിക്കാടൂ, തന്റെ നല്ല മനസ്സ് ഒരിക്കൽ അവൾ അറിയും. അന്ന് അവൾ പശ്ചാത്തപിക്കും. അതുകൊണ്ട് കമ്മീഷണർ സാറേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ആട്ടെ, എന്താ അടുത്ത കലാപരിപാടി? സത്യം പറ, ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താ എന്നെ കുടിപ്പിച്ചോണ്ടിരിക്കുന്നത്? ലിവർ എല്ലാം കൂടെ പുറത്തു വരുന്നത് പോലെ. മോളെ ഏടത്തിയുടെ മുതുകും തടവിക്കോട്. വേണ്ട, ഡോണ്ട് ടച്ച് മീ. പറ, എന്ത് വിഷമാണ് നിങ്ങൾ എനിക്ക് തന്നോണ്ടിരിക്കുന്നത്? ടെൽ മീ. വിഷമല്ല ഏട്ടത്തി, വിളർച്ച മാറാനുള്ള. വിളർച്ച? ആർക്കാടി വിളർച്ച? മോളെ നാരങ്ങാ നീരിൽ ഉപ്പിട്ട് കുടിച്ചാ മതി. അത് തന്റെ മര്യാദക്ക് മരുന്നിന്റെ പേര് പറയുന്നുണ്ടോ? എനിക്കറിയില്ല മോളെ. ഓ, എന്തൊരു സ്നേഹം. നിങ്ങളിപ്പോ കുടിയൊക്കെ നിർത്തി വലിയ മാന്യനായിപ്പോയി. എന്റെ പണം കൊണ്ട് കുറെ കുടിച്ചിട്ടുള്ളതാ. ആ നന്ദി വേണം. എന്ത് മരുന്നാവും ഞങ്ങൾക്ക് അറിയില്ല. സൽപ്പേര് സദാനന്ദന വാങ്ങിയെന്നറിയാം. അത് ശരി. നിക്കടവിടെ. തന്നോടാ പറഞ്ഞ നിക്കാൻ. മാഡം എന്നെ വിളിച്ചോ? വിളിച്ചു. കമ്മീഷണറുടെ ഭാര്യക്ക് താൻ എന്ത് മരുന്നാണ് വാങ്ങിയത്? തന്നെ കാമാക്ഷി വിളിക്കണു. ഞാനിതാ വരുന്നടി. സ്റ്റോപ്പ് ദേർ. കുട്ടാ, നമ്മൾ സന്തുഷ്ടരാണ്. അയാളെ വെറുതെ വിട്ടേക്ക്. പോണ്ട. എന്താണ് വാങ്ങിയത്? കമ്മീഷണറുടെ വൈഫും DGPയുടെ മകളുമാണ് ചോദിക്കുന്നത്. നാളെ കെട്ടിപ്പറിക്ക് കാസർഗോഡേക്ക് പോണെങ്കിൽ പറയണോ? രക്തദൂഷ്യം കൊണ്ട് ചൊറിയും ചിരങ്ങും വരുന്നവർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ ഉൽപ്പന്നമായ വേപ്പിൻപെട്ട കഷായമാണ് മാഡത്തിന് തന്നത്. വേപ്പിൻപെട്ട കഷായമോ? എന്നിട്ട് ശരീരം നന്നാകാനെന്ന് പറഞ്ഞിട്ട്? ആഹാ, ഇപ്പൊ കാണിച്ചു തരാം. സാർ, 2 ഭാര്യമാരെയും അവരിൽ എനിക്കുണ്ടായ 7 മക്കളെ ഒരേ മേൽക്കൂരയിൽ ഒരേ നുകത്തിക്കെട്ടി പൊട്ടിത്തെറികളും പൊട്ടലും ചീറ്റലുമില്ല ശാന്തമായി കുടുംബം മുന്നോട്ട് നയിക്കുന്നുകൊണ്ടാണ് നാട്ടുകാരന്റെ സൽപ്പേര് സദാനന്ദനെ വിളിക്കുന്നത്. ആ സൽപ്പേരിനെ ദുഷ്പേര് കേൾപ്പിക്കരുത് സാർ. ഡാഡി, ആ മരുന്നിന്റെ പേര് കിട്ടി. ചൊറിക്കും ചെരങ്ങിനൊക്കെ കൊടുക്കുന്ന വേപ്പിൻപെട്ട കഷായം. ഇപ്പൊ മനസ്സിലായില്ലേ? ഏയ്, അതൊന്നും ആയിരിക്കില്ല. സഞ്ജീവൻ അങ്ങനൊന്നും ചെയ്യില്ല മോളെ. നിന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏതോ വില കൂടിയ മരുന്നായിരിക്കും. അല്ല ഡാഡി, ഇതൊരു പ്ലാന്റ് റിവെഞ്ചാ. ഇനി 3 കുപ്പിയോട് ഷെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കുക എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ. ആ, അതുകൂടി നിർബന്ധമായും എന്റെ മോള് കഴിക്കണം. മെഡിസിൻ ഒരു കോഴ്സ് പൂർത്തിയായാലേ അതുകൊണ്ട് ഫലമുണ്ടാവും. ആ 3 കുപ്പിയും കൂടി കുടിച്ച എന്റെ ഡെഡ് ബോഡി ആയിരിക്കും ബാക്കി. ബി സീരിയസ് ഡാഡി. ഒരാഴ്ചയായിട്ട് ഞാൻ ത്രൂ ഔട്ട് ഛർദിക്കുക. ഛർദിയോ? ലക്ഷ്മി, എന്താ മോക്ക് ഛർദി തുടങ്ങിയെന്ന്? മോളെ, മമ്മിയാ മോക്ക് ഛർദിലോ? അതെ മമ്മി, ഏതോ വൃത്തിയായിട്ട് മരുന്ന് എന്ന് ഛർദിപ്പിക്കുക. പറഞ്ഞിട്ട് ഡാഡിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ മമ്മിക്ക് മനസ്സിലായി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി അങ്ങോട്ട് ശരീരം വളരെ സൂക്ഷിക്കണേ മോളെ. കുറച്ച് മരുന്ന് ലേഖ്യമൊക്കെ വാങ്ങി മമ്മിയും ഡാഡിയും ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ മമ്മി, ഇത് അതല്ല. ഇനി മോൾ ഒന്നും പറയണ്ട. ഇപ്പൊ അല്പം ചുണ്ടിയൊക്കെ കൂടുന്ന ടൈമാ. മോള് ഫോൺ വെക്കടി മോളെ. പൊട്ടി പെണ്ണ, ഒന്നും അറിയില്ല. ആരും എന്റെ പ്രോബ്ലം മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുട്ടാ. എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ അങ്കിളിന് നന്നായിട്ട് അറിയാം.
അയ്യോ പാവം 4-5 ദിവസമായിട്ട് നിർത്താതെ ഛർദ്ദിക്കുന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. ആ പിന്നെ നാളെയാണ് സ്കൂളിലെ ഫംഗ്ഷൻ. കമ്മീഷണർ ഉദ്ഘാടനം, മിസസ് കമ്മീഷണർ സമ്മാനദാനം. വീഡിയോ കവറേജ് ഒക്കെ ഉള്ളതാണ്, നല്ല സ്മാർട്ട് ആയിരിക്കണം. ഓക്കെ, വാ കിടക്കാം. ഇങ്ങനെ കിടന്നാ ശരിയാവില്ല. പിണങ്ങുമ്പോ ഏതൊരു ഭാര്യയും കാണിക്കുന്നൊരു വലിയ കള്ളത്തരം അത്. ചില വായി നോക്കി ഭർത്താക്കന്മാര് പുറകെ ചെല്ലും. എനിക്ക് നല്ല കൺട്രോളാ. കുറെ ദിവസം നീ ഇങ്ങനെ തന്നെ കിടക്കും. ഇരിക്കണം സാർ. യോഗം തുടങ്ങാൻ ഒരു 10 മിനിറ്റ് വൈകും. അതുവരെ അതിനെന്താ വെയിറ്റ് ചെയ്യാം. ടീച്ചർ ഒന്ന് വന്നേ. PTA പ്രസിഡന്റ് നിലയ്ക്ക് എനിക്കുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്റ്റേജ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. സാർ നോട്ടീസ്. ഡ്രിങ്ക്സ് കൊടുത്തയക്കാം. വേപ്പിൻ പട്ടയായിരിക്കും. ഒരു വേപ്പിപ്പട്ട വരുത്തി വെച്ച വിനേ. ഓ മലയാളം. ഇവർക്ക് ഇതൊന്ന് ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്താൽ എന്താ, എല്ലാവർക്കും വായിക്കാലോ. ഓഹോ സുഹൃത്തെ, ഇനി പോയിട്ടേ ആ പാവം പിള്ളേരുടെ പടം എടുക്ക്. ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞോട്ടെ. ഓടേ. പഞ്ചവാദ്യം, താലപ്പൊലി, സ്വീകരണം, കണ്ടോടി കമ്മീഷണറുടെ ഒരു വില. ഓ ഒരു ജെന്റിൽമാൻ. കമ്മീഷണറുടെ യഥാർത്ഥ മുഖം ഇവർക്ക് അറിയില്ലല്ലോ. ഒരു കാമദേവൻ ചമഞ്ഞിരിക്കുന്നു. സംശയം എന്താടി, സ്വീകരിച്ചു കൊണ്ടിരുമ്പോ എല്ലാവരുടെയും കണ്ണ് സഞ്ജീവന്റെ മുഖത്ത് തന്നെയായിരുന്നു. അതെ, ഇത്രയും നല്ലൊരു പെണ്ണിനെ, അതും DGPയുടെ മോളെ ഈ കോമാളിക്ക് എങ്ങനെ കിട്ടിയെന്ന അത്ഭുതം കൊണ്ടാവും. അതല്ലടി കുരങ്ങെ, ഇത്രയും സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരെണ്ണം എന്നാവും. മര്യാദക്ക് എന്റെ തണലില് വെയിറ്റ് ഇട്ടിരിക്കടി. ഓ അങ്ങ് ഇരുന്നേച്ചാലും മതി. ഈശ്വര പ്രാർത്ഥന പാടാമെന്ന് ഏറ്റുന്ന കുട്ടിക്ക് സുഖമില്ല, ആശുപത്രി കൊണ്ടുവരിക. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? 9Bയിലെ നിഷ വന്നിട്ടുണ്ടോ ടീച്ചറെ? ആ കുട്ടി എത്തിയിട്ടില്ല. മീനാക്ഷി, കമ്മീഷണർ വൈഫും വെയിറ്റ് ചെയ്യാണ്. ഉടനടി യോഗം തുടങ്ങണം. കൊല്ലാപ്പായല്ലോ. ഇനി ആരെ കൊണ്ടാ പാടിക്കുന്നത്? ഈശ്വര പ്രാർത്ഥന ഇല്ലാതെ എങ്ങനെ മീറ്റിംഗ് തുടങ്ങും? DGPയുടെ മോളെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ അവസരം. ഇവള് പാടും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ശരിയാ. എന്താ പ്രശ്നം? ഈശ്വര പ്രാർത്ഥനയുടെ കാര്യം പറയുന്നത് കേട്ടു. അല്ല, ഈശ്വര പ്രാർത്ഥന പാടാമെന്ന കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം. മറ്റൊരു കുട്ടിയെ അല്ല, ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയ ഒരാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ നിങ്ങളുടെ സ്റ്റുഡന്റ് ഇല്ലാന്ന് മാത്രം. അതാരാ സർ? എന്റെ ഭാര്യ ഗീതു. അവൾക്ക് ഈ പബ്ലിക് ഫംഗ്ഷനിലൊക്കെ പാടാൻ വലിയ താല്പര്യ. അല്ല, നിങ്ങളുടെ സ്കൂൾ നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ വേണ്ട. അയ്യോ, ഞങ്ങളുടെ വിശിഷ്ട അതിഥി തന്നെ ഈശ്വര പ്രാർത്ഥന ചെല്ലുന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ സാർ? സാറിന്റെ അയൽവക്കക്കാരനാണ് ഞാൻ. മാഡത്തിന്റെ പലതരത്തിലുള്ള ഒച്ചയും കേട്ടിട്ടുണ്ട്, പക്ഷെ പാട്ടും കവിതയും കേട്ടിട്ടില്ലോ സാർ. എന്നാലൊന്ന് കേൾക്കണം. സർവകലാ വല്ലഭയല്ലടോ. വള്ളത്തോളിന്റെയും വയലാറിന്റെയും വൈലോപ്പള്ളിയുടെ ഒക്കെ വരികൾ അവളെ ചൊല്ലുന്നത് കേട്ട നമ്മൾ അങ്ങനെ കേട്ടോണ്ട് നിന്ന് പോവും. അവളുടെ സ്വരമാതിരത്തിന് മുമ്പിൽ പി സുശീലയും എസ് ജാനകി ഒന്നുമല്ലടോ സാർ. എന്നാ ഈശ്വര പ്രാർത്ഥന മിസസ് ഗീതു സഞ്ജീവ് അജണ്ടയിൽ എഴുതി ചേർത്തോ. സംപൂജ്യരായ വിശിഷ്ട അതിഥികളെ, സഹപ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ശിവപുരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഇന്നിവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായ ഒരു സ്ത്രീരത്നമാണ്. അവരാരെന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ആ ഗാനമാധുരി അനുഭവിച്ചറിയാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അപൂർവ സന്ദർഭമാണിത്. ആ മഹാപ്രതിഭ മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ മിസ്റ്റർ സഞ്ജീവിന്റെ ഭാര്യയും നമ്മുടെ DGP രാജശേഖരൻ നായരുടെ മകളുമായ മിസസ് ഗീതു സഞ്ജീവ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് പുറമെ ഇടയ്ക്കൊരു പാട്ടുകൂടി പാടി ഈ വേദി ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മിസസ് ഗീതുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അവര് ക്ഷണിച്ചല്ലേ, ധൈര്യമായിട്ട് കമോൺ. നാണം കൊണ്ടാ. ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു? കമോൺ പ്ലീസ്. ചെല്ല്. ഐ കാൺട്ട്. എനിക്ക് പ്രേയർ സോങ് അറിയില്ല. അയ്യോ, കാണാതെ അറിയില്ലായിരിക്കും. സാരില്ല, ഞാൻ എഴുതരാം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി സോറി, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല.
കുട്ടൻ അവിടെ പോയിരിക്കേ. ബഹുമാന്യരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, മലയാള ഭാഷ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് അന്തസ്സിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഭാഗമായി മാറിയിരിക്കുന്ന ഒരു കാലമാണിത്. തന്റെ കുട്ടിക്ക് മലയാളത്തിന് മാത്രം മാർക്ക് കുറവാണെന്ന് അഭിമാനത്തോടെ പറയുന്ന രക്ഷകർത്താക്കളുടെ കാലവും. ഏത് നാട്ടിൽ പഠിച്ചാലും ഏത് മീഡിയത്തിൽ പഠിച്ചാലും അടിസ്ഥാനം മാതൃഭാഷ തന്നെയാവണം. മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിനു പെറ്റമ്മ തൻ ഭാഷ താൻ. അത് നാം മറക്കാതിരിക്കുക. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ മുറ്റത്ത് അസംബ്ലി കൂടുമ്പോൾ ഞാനും കൂട്ടുകാരും കൂടി പാടിയിരുന്ന ആ പ്രാർത്ഥനാ ഗാനം വീണ്ടും ഇവിടെ നിങ്ങളുടെ സമക്ഷം ആലപിക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അതെന്റെ അവകാശമാണ്. അഖിലാണ്ട മണ്ഡലമണിച്ചൊരു